ഇനിയാണ് 72ാമത് നെഹ്റു ട്രോഫിയിൽ ആരാണ് ഇത്തവണ ജേതാവാകുക എന്ന് കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് നാം ഇനി പോകുന്നത്. 72ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനലിലേക്ക് നാം ഇനി പോവുകയാണ്. പുന്നമട ഒരുങ്ങുകയാണ്, പുന്നമട കാത്തിരിക്കുകയാണ്. പുന്നമടയുടെ ഓളങ്ങളെ കീഴ്മുറിച്ചുകൊണ്ട് ആരാണ് ഇത്തവണത്തെ ജേതാക്കന്മാരെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ്. ഫൈനൽ മത്സരത്തിലേക്ക് നാം പോവുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് പുന്നമടയുടെ അടുത്ത ജലരാജാക്കന്മാരാണ് ആരെന്ന് തിരിച്ചറിയാൻ പോകുന്ന മത്സരത്തിലേക്കാണ്. പുന്നമടയെ കോരിത്തെരിപ്പിക്കാൻ പോകുന്ന മത്സരത്തിലേക്കാണ്. നെഹ്റുവിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ആ ട്രോഫി ഉണ്ടല്ലോ, ആ ട്രോഫി ആരാണ് ഏറ്റുവാങ്ങുന്നതെന്ന് അറിയാൻ പോകുന്ന നിമിഷങ്ങളിലേക്കാണ് നാം ഇനി കാത്തിരിക്കുന്നത്. 1ാം ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടൻ, 2ാം ട്രാക്കിൽ വിയപുരം, 3ാം ട്രാക്കിൽ അരോമ ചുണ്ടൻ, 4ാം ട്രാക്കിൽ നടുഭാഗം. അങ്ങനെ 4 ചുണ്ടന്മാരും കുട്ടനാടിന്റെയും ഒപ്പം തന്നെ പള്ളാത്തുരുത്തിയുടെയും കൈനഗിരിയുടെയും അരോമയുടെയും പുന്നമടയുടെയും ബോട്ട് ക്ലബ്ബുകൾ മാറ്റുരയ്ക്കുന്ന ഫൈനൽ മത്സരത്തിലേക്ക് നാം കാതോർക്കുകയാണ്. നോക്കൂ, ഫൈനൽ മത്സരത്തിലേക്ക് കാതോർക്കുകയാണ്. അവിടെ 4 ചുണ്ടൻ വള്ളങ്ങളും തയ്യാറെടുക്കുന്നു. 4 ചുണ്ടൻ വള്ളങ്ങളും ട്രാക്കിലേക്ക് വന്നു കയറുകയാണ്. പുന്നമടയിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 വള്ളങ്ങളും, അത് മേൽപ്പാടവും വിയപുരവും അരോമ ആരാകും ഇത്തവണത്തെ നെഹ്റു ട്രോഫി കയ്യിലേന്തുക എന്നറിയാൻ നിമിഷങ്ങളുടെ രാജാക്കന്മാരിലെ രാജാവ് ആരാണ്, പോരാളികളിലെ പോരാളി ആരാണ്, വീരന്മാരിലെ വീരാളി, ഏത് വള്ളമാണ് ഇത്തവണ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ കിരീടവുമായി അവരുടെ കരയിലേക്ക് പോവുക. ഫൈനലുകളുടെ ഫൈനൽ, പോരാട്ടങ്ങളുടെ പോരാട്ടം, യുദ്ധങ്ങളുടെ യുദ്ധം, വീരന്മാരുടെ വീരന്മാർ, വീരന്മാരുടെ വീരനാര്, പോരാളികളുടെ പോരാളിയാര്, അതറിയാൻ നിമിഷങ്ങൾ മാത്രം. ആ പുന്നമടയുടെ കരകളെ ത്രസിപ്പിക്കുകയാണ്. പുന്നമടയുടെ കരകൾ പ്രകമ്പനം കൊള്ളുകയാണ്. പുന്നമടയുടെ കരകളിൽ ആവേശമല തള്ളുകയാണ്. വിജയ ഈ 1ാമത്തെ ട്രാക്ക് നോക്കൂ. മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് 1ാമത്തെ ട്രാക്കിലുള്ളത്. നമുക്കറിയാം 2018 മുതൽ 5 തവണ ജേതാക്കളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മേൽപ്പാടം ചുണ്ടനിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ 3ാമതായി പോയപ്പോൾ ആകെ അന്താളിച്ചു പോയ മേൽപ്പാടം ചുണ്ടൻ വീണ്ടും ആ ബോട്ടിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പള്ളാത്തുരുത്തി വീണ്ടും വരികയാണ്. 1ാം ട്രാക്കിൽ ഫൈനലിൽ 1ാം ട്രാക്കിൽ വരുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഫൈനലിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. നോക്കൂ, ഫൈനലിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി അവസാന കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. 4 മിനിറ്റ് 16 സെക്കൻഡ് 17 സെക്കൻഡിലാണ് ഹിറ്റ്സിൽ മേൽപ്പാടം ചുണ്ടൻ ഏറ്റവും മികച്ച സമയവുമായി മുന്നിലെത്തിയത്. ഏറ്റവും അങ്ങേയറ്റത്ത് 1ാമത്തെ ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങുന്ന മേൽപ്പാടം ചുണ്ടൻ. 2ാം ട്രാക്കിൽ നമുക്ക് കാണാം UBC ഫാൻസ് ക്ലബ്ബ് തുടങ്ങുന്ന കൈനഗിരിയുടെ UBC ഫാൻസ് ക്ലബ്ബ് തുടങ്ങുന്ന വിയപുരം ചുണ്ടൻ 2ാമത്തെ ട്രാക്കിൽ. 3ാമത്തെ ട്രാക്കിൽ നോക്കൂ, അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടൻ 3ാമത്തെ ട്രാക്കിൽ നമുക്ക് കാണാം. 4ാമത്തെ ട്രാക്കിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം. അങ്ങനെ 4 ചുണ്ടന്മാരും ആദ്യ 6 ഹിറ്റ്സുകളിൽ മികച്ച സമയം കുറിച്ച 6 ചുണ്ടന്മാരും 4.17 എന്ന സമയം കുറിച്ച മേൽപ്പാടം ചുണ്ടൻ, 4.20 എന്ന സമയം കുറിച്ച വിയപുരം ചുണ്ടൻ, 4.26 മിനിറ്റ് എന്ന സമയം കുറിച്ച അരോമ ചുണ്ടൻ, 4.27 സമയം കുറിച്ച നടുഭാഗം ചുണ്ടൻ. അങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളും പുന്നമടയുടെ ജലരാജാക്കന്മാരാരാണ് ഇത്തവണത്തെ പുന്നമടയിലെ കിരീടം, നെഹ്റുവിന്റെ കയ്യൊപ്പ് പടിഞ്ഞ കിരീടം ആര് നേടുമെന്ന് തിരിച്ചറിയാനുള്ള കാത്തിരിപ്പിലേക്കാണ് പുന്നമട കാത്തിരിക്കുന്നത്. പുന്നമടയുടെ 2 കരകളും കാത്തിരിക്കുന്നത് അടുത്ത ജലരാജാക്കന്മാർ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പള്ളാത്തുരുത്തി 2018 മുതൽ തുടർച്ചയായി 5 വർഷം കിരീടം നേടിയതാണ്. പക്ഷേ ഇതാ തുടങ്ങിക്കഴിഞ്ഞു ഫൈനൽ മത്സരം. 2026 നെഹ്റു ട്രോഫി ആർക്കുള്ളതാണ്? ആ നെഹ്റുവിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ആ ചുണ്ടൻ വള്ളം ആരുടേതാണ്? ഇത്തവണത്തെ നെഹ്റു ട്രോഫി കൈയടക്കുന്നത് ആരായിരിക്കും? മത്സരം തുടങ്ങിക്കഴിഞ്ഞു. പുന്നമടയുടെ കരങ്ങളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടനും ആദ്യ ലീഡർക്ക് ഈ ശ്വാസം അടക്കി പിടിച്ചു മാത്രം പുന്നമടയുടെ ഓളങ്ങളെ കീറി മുറിച്ചു പോകുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ. ട്രാക്ക് 1 മേൽപ്പാടം, ട്രാക്ക് 2 വിയപുരം, ട്രാക്ക് 3 അരോമ ചുണ്ടൻ, ട്രാക്ക് 4 നടുഭാഗത്ത് കുടുങ്ങുമോ? അരോമ കയറി വരുമോ? മേൽപ്പാടം അതിന്റെ പൗഡി നിലനിർത്തുമോ? എന്താണ് സംഭവിക്കുന്നത്? എത്ര സുന്ദരമായ കാഴ്ച! ആകാശ ദൃശ്യങ്ങളിലൂടെ ഒന്ന് നോക്കുക. മേൽപ്പാടം ചുണ്ടനാണോ വിജയ? സ്വല്പം മുമ്പിൽ മികച്ച സമയം കുറിച്ച മേൽപ്പാടമാണോ ഏറ്റവും മുമ്പിൽ? 1ാം ട്രാക്കിൽ പോകുന്ന മേൽപ്പാടമാണോ? മേൽപ്പാടം ചുണ്ടനാണോ? 1ാം ട്രാക്കിൽ പോകുന്ന മേൽപ്പാടം ചുണ്ടനാണോ വിജയ ഏറ്റവും അധികം മുന്നിൽ പോകുന്നത്? നോക്കിക്കേ, എത്ര ക്ലോസായ മത്സരം! അരോമ ഏറ്റവും മുന്നിലായി മുന്നോട്ട് പോകുന്ന കാഴ്ച. എന്നായാലും ഇങ്ങനെയൊരു കാഴ്ച
നീരു കയറട്ടെ, അരോമ കയറട്ടെ, മേൽപ്പാടം കയറട്ടെ, കേറി 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 കുത്തി 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 തുഴഞ്ഞു വരട്ടെ. മേൽപ്പാടമാണോ, വീയപുരമാണോ, അരോമയാണോ, നടുഭാഗമാണോ, ഒന്നും അറിയില്ല. ഇഞ്ചോടിഞ്ച് ഒപ്പത്തിനൊപ്പം നോക്കിക്കേ, ആകാശ ദൃശ്യങ്ങളൊന്ന് നോക്കിക്കേ, ഒപ്പത്തിനൊപ്പം ആകാശ ദൃശ്യങ്ങളൊന്ന് നോക്കിക്കേ, ഒപ്പത്തിനൊപ്പം 4 ചുണ്ടന്മാരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ച. മേൽപ്പാടവും വിയപുരവും അരോമ ചുണ്ടനും നടുഭാഗവും ഒപ്പത്തിനൊപ്പം ഏതാണ്ട് പകുതിയോടടുക്കുകയാണ്. ട്രാക്കിന്റെ പകുതിയോടടുക്കുകയാണ്. 1150 മീറ്ററുള്ള ട്രാക്കിന്റെ പകുതിയോടടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് യുദ്ധം, ഇതാണ് ജലത്തിലെ യുദ്ധം, ജലം കൊണ്ടുള്ള യുദ്ധം, ഓളപ്പരപ്പിലെ അംഗം ഈ പറഞ്ഞ അതെ, ഒരു നൂല് പിടിക്ക്, ഒരു നൂൽ തലത്തിൽ പിടിക്ക്. ആരാണ് മുന്നിലെന്ന് പറ. അരോമയുണ്ട്, യുവത്വത്തിന്റെ വിപ്ലവ വീര്യമുള്ള അരോമയുണ്ട്. അത്ര കണ്ട് പള്ളത്തുരുത്തിയുടെ മേൽപ്പാടമുണ്ട്. നടുഭാഗ പുന്നമടയ്ക്കൊരു പ്രൗഢിയുണ്ട്. പുന്നമട കയറി വരുന്നു, പുന്നമട കയറി വരുന്നു. BBC പുന്നമട കയറി വരുന്നു, പുന്നമട കയറി വരികയാണ്. നടുഭാഗം വീണ്ടും നോക്കിക്കേ, പുന്നമട കയറി വരുന്നത് കണ്ടോ? പുന്നമട മുൻപിലേക്ക്, BBC പുന്നമട കയറി വരുന്നു. പുന്നമട ഒരു വള്ളപ്പാടിനെ വണ്ണം പുന്നമട മുന്നോട്ട് കുതിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് പുന്നമട കുതിക്കുകയാണ്. ഇത്തവണ വലിയ ക്രീഡാപ്രതീക്ഷയുമായി എത്തിയ പുന്നമട കുതിക്കുകയാണ്. വിജയം നോക്കിക്കേ, വിജയം നോക്കിക്കേ, ഏതാണ്ട് മത്സരം പകുതി പിന്നിട്ട് കഴിഞ്ഞു. അവിടുത്തെ ആ പള്ളി നട പിന്നിട്ട് കഴിഞ്ഞു. അവിടെ ഒരു ചെരിവുണ്ട്, ഒരു വളവുണ്ട് ട്രാക്കിന്. ആ വളവ് തിരിച്ചുകൊണ്ട് ആകാശ ദൃശ്യങ്ങളിൽ നാം ഒന്ന് കണ്ടു. ആരാണ് ഓളപ്പരപ്പിലെ രാജാവ്? ആർക്കൊപ്പമായിരിക്കും ആ വെള്ളിക്കിരീടം എന്നൊരു കാഴ്ചയാണ്. അസുലഭമായ മുഹൂർത്തം. നടുഭാഗമാണോ, നീയപുരമാണോ, തിരുവാണോ, മേൽപ്പാടമാണോ, അതിനപ്പുറത്തെല്ലാം അരോമയാണോ? ഏതാണ്ട് മത്സരം പകുതി പിന്നിട്ട് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഈ പുന്നമടയുടെ ജലരാജാക്കന്മാർ ആരാണെന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ്. മേൽപ്പാടവും വിയപുരവും അരോമാറ്റുണ്ടനും നടുഭാഗവും ഒന്നിനൊന്ന് കുതിച്ചു കയറുന്ന കാഴ്ചകളിലൂടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷങ്ങൾ, അവസാന ലാപ്പ്, അവസാനത്തെ 200 മീറ്റർ കാണുക. ആരാണ് കുതിച്ചു കയറുന്നത് എന്ന് നോക്കാം. ഏതാണ്ട് ഫോട്ടോ ഫിനിഷ് എന്ന വണ്ണമാണ്. അവസാനിച്ചിരിക്കുന്നത് 4 ചുണ്ടൻ വള്ളങ്ങളും. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ട്രാക്കിലോടിയ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിലോട്ട് 4:22 സമയം. 4:22 മുന്നിലെത്തിയ വള്ളം. എനിക്ക് തോന്നുന്നു അരോമയാണോ മുന്നിൽ? 4:22 അരോമയാണോ മുന്നിൽ? ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. മികച്ച സമയം കുറിച്ചത് 4:22 എന്നുള്ള സമയമാണ്. ഫൈനൽ മത്സരത്തിൽ ഈ ചുണ്ടൻ വള്ളങ്ങൾ കുറിച്ചിരിക്കുന്നു. ഒന്നാമത് ഇപ്പോൾ പരിശോധിക്കുകയാണ്. മൂന്നാമത്തെ ട്രാക്ക്, രണ്ടാം ട്രാക്ക് ആരാണ് മുന്നിൽ? നോക്കുക ഫൈനൽ മത്സരത്തിലെ നോക്കാം ഫൈനൽ മത്സരത്തിൽ ആരാണ് ജയിച്ചത്, ആരാണ് വിജയി, ആരാണ് ഇത്തവണ കിരീടം ചൂടുക അറിയാനുള്ള കാത്തിരിപ്പാണ്. ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. ഞൊടിയിട കൊണ്ട് ആ ഫൈനൽ ലാപ്പിൽ ആ ഫിനിഷിംഗ് പോയിന്റിലൂടെ കടന്നു പോകുന്നത് നാം കണ്ടതാണ്. പക്ഷേ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ ദൃശ്യങ്ങളൊന്ന് നോക്കിക്കേ, ആ ഫോട്ടോ ഫിനിഷ് ഒന്ന് നോക്കിക്കേ, ആ ദൃശ്യങ്ങളൊന്ന് നോക്കിക്കേ. ഒപ്പത്തിനൊപ്പം എന്ന വണ്ണം. അയ്യോ, പറയാൻ കഴിയുന്നില്ല. ഒപ്പത്തിനൊപ്പമാണ്. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടേ. അരോമയാണോ പറയാൻ കഴിയുന്നില്ല. ഫോട്ടോ ഫിനിഷാണ്. ക്യാമറ ക്ലിക്കിലൂടെ നോക്കേണ്ടി വരും. ആരാണ് ഫൈനലിലെത്തിയത്, ആരാണ് കിരീടം ഉറപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കേണ്ടി വരും. നമുക്ക് ക്യാമറയിലൂടെ നോക്കേണ്ടി വരും. അനൗൺസ് ചെയ്യാൻ അതെ കമന്ററി ബോക്സിൽ
കഴിയാതെ പോയ ഒരു ഫൈനൽ, ഈ മാറിയ ഫൈനൽ. ഇതിന് ആരുടെ പേര് വിളിച്ചു പറയണം? നടുഭാഗമാണോ, മേൽപ്പാടമാണോ, അല്ലെങ്കിൽ അവിടെ ചിലരൊക്കെ എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന കാണികൾക്കും ഉത്തരമില്ല. എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. കാരണം നാം മത്സരം കണ്ടതാണ്. അരോമ ജേതാക്കളാകുന്നു. അരോമയാണ് അടിച്ചോ. അരോമ ബോട്ട് ക്ലബ്ബ്. രണ്ടാം ട്രാക്കിലുള്ള അരോമ ബോട്ട് ചരിത്രമാണ്. ഒരു ചരിത്രമാണ്. വർഷം ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. രണ്ട് ഇറങ്ങിയ ഇറങ്ങിയ ഫസ്റ്റ് വർഷം തന്നെ ചമ്പക്കുളം മത്സരം, ചമ്പക്കുളം വള്ളംകളിയിൽ നീരടിഞ്ഞ വർഷം തന്നെ ജലരാജാവായിക്കൊണ്ട് അരോമ പുന്നമടയിൽ പുതിയ ജലരാജാവ് അരോമയെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. 72ാമത് നെഹ്റു ട്രോഫി അരോമ ചുണ്ടന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നല്ലേ? സമയം എത്രയാണ്? 4:22 സെക്കൻഡുകൾക്ക് അരോമ ചുണ്ടൻ ജേതാക്കളായിരിക്കുന്നു. മില്ലി സെക്കൻഡിൽ നീറ്റിലിറക്കിയ വർഷം തന്നെ കിരീടം നേടുകയെന്ന ചരിത്ര നേട്ടത്തിലേക്ക്. നീറ്റിലിറക്കിയ വർഷം ഇരട്ട കിരീടം ചമ്പക്കുളത്ത് തുടങ്ങി ഇറങ്ങിയ വർഷം ചരിത്രം എഴുതിയ അരോമ അല്ലേ? അതെ, ചരിത്രം എഴുതുകയാണ് അരോമ അല്ലേ? ചമ്പക്കുളം മാറ്റിൽ കിരീടമെടുത്തു. സീസണിലെ ഏറ്റവും വലിയ മത്സരം നെഹ്റു ട്രോഫിയിലും കിരീടമെടുത്തു അരോമ. എന്തായാലും നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അരോമ ചുണ്ടൻ കിരീടം നേടി. അങ്ങനെ ബിഗ് ടിവി നെഹ്റു ട്രോഫിയിൽ ആദ്യമായി ഇറങ്ങി, അരോമ ചുണ്ടന് ആദ്യമായി ഇറങ്ങി. അഭിനന്ദനങ്ങൾ ദീപക് മലയമ്മ. എവിടെ പോയി എന്ന് ഞാൻ ഇല്ല, ഞങ്ങൾ പുതുമുറക്കാരെ അംഗീകരിക്കുന്നവരാണ്. അല്ല ആരെങ്കിലും തോൽക്കാനുള്ളത് കൊണ്ടാണ് ചിലർ ജയിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിമിഷങ്ങൾ നീണ്ട ആകാംക്ഷയായിരുന്നു. ഈ മത്സരം കഴിഞ്ഞതിന് ശേഷവും ആരാണ് ജയിച്ചതെന്ന് ഉത്തരവുണ്ടായിരുന്നില്ല. മത്സരം കഴിഞ്ഞതിന് ശേഷവും ഒപ്പത്തിനൊപ്പം എന്നവണ്ണായിരുന്നു ട്രാക്കിലൂടെ കുതിച്ചെത്തിയ 4 ചുണ്ടൻ വള്ളങ്ങളും ആ ഫോട്ടോ ഫിനിഷിൽ എന്ന വണ്ണം ഈ പറയുന്ന ഫോട്ടോ ഫിനിഷിലൂടെ ഇത്തവണ കടന്നുപോയത്. ആരെന്ന് തിരിച്ചറിയാൻ, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലായിരുന്നു ഈ പറയുന്ന ഫൈനൽ ലാപ്പ് അവസാനിച്ചത്. അതായത് ചമ്പക്കുളത്താറ്റിൽ മൂലം വള്ളംകളിയിൽ ആദ്യമായിട്ട് നീറ്റിലിറങ്ങി കപ്പെടുത്ത അരോമ ചുണ്ടൻ തന്നെയാണ് 72ാമത് നെഹ്റു ട്രോഫിയുടെ ഫൈനലിൽ നെഹ്റു ട്രോഫിയും കൂടെ എടുത്തുകൊണ്ട് കപ്പടിച്ചിരിക്കുന്നത്. അതായത് കുട്ടനാടിന്റെ ജലരാജാക്കന്മാർ ഞങ്ങളാണ്. ചമ്പക്കുളത്ത് ഞങ്ങൾ കിരീടം നേടി. ആ കിരീടം ഞങ്ങൾ നെഹ്റു ട്രോഫിയിൽ ഉറപ്പിക്കുന്നു. അതെ, കഴിഞ്ഞ വർഷം BBC-യിൽ മത്സരിച്ച അതേ ടീം അരോമയിൽ തുഴയുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ, കാവ്യാത്മകമായി പറഞ്ഞാൽ, കഴിഞ്ഞ തവണ BBC കപ്പ് നിലനിർത്തി നമുക്ക് പറയാൻ. കാരണം BBC-യുടെ അതേ ടീമാണ് അരോമയിൽ തുഴഞ്ഞത്. അവർ ഇത്തവണ കപ്പടിച്ചിരിക്കുന്നു. മികച്ച സമയം, ഫോട്ടോ ഫിനിഷ്, അതിലൂടെ ചരിത്രമാണ്. ഒരു സീസണിന്റെ തുടക്കം കുറിച്ച കളിയിലും ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടനാടിന്റെ ചരിത്രത്തിൽ അരോമ ബോട്ട് ക്ലബിന്റെ ആസ്ഥാനം കൊല്ലമാണ്. അവർ കുട്ടനാട് കേന്ദ്രീകരിച്ചാണ് മത്സരിച്ചത്. കൊല്ലം സ്വദേശിയായ വ്യവസായിയുടെ ഉടമസ്ഥയിലുള്ള ക്ലബ്ബാണ്. വലിയ വ്യവസായ ഗ്രൂപ്പാണ്. അവർ ഇത്തവണ ഇറങ്ങിയത് കപ്പുറപ്പിച്ചാണ് കപ്പടിച്ചിരിക്കുന്നു. ഏതായാലും സമയക്രമം ഫൈനൽ മത്സരത്തിൽ കണ്ടു കാണുന്നില്ല വിജയ. ഫൈനൽ 4:23.328 അരോമ. രണ്ടാമത് നടുഭാഗം 4:23.448. മില്ലി കുറച്ച് മാത്രം. വിയപുരവും 4:23.770. നാലാമതെത്തിയ മേൽപ്പാടം 4:20. മേൽപ്പാടം നാലാമതെത്തിയ മേൽപ്പാടം 4:24.015. മൂന്ന് വള്ളങ്ങളാണ് ഒരേപോലെ കാണുന്നത്. മൈക്രോ സെക്കൻഡുകൾ തലവിധി നിശ്ചയിച്ച ജലവിധി ജനങ്ങൾ കണ്ടിരിക്കുന്നു. അതായത് കുട്ടനാടിന്റെ പുതിയ ജലരാജാക്കന്മാരെ നിശ്ചയിച്ചപ്പോൾ തോറ്റാലും ജയിച്ചാലും ഞാൻ മേൽപ്പാടത്തിന്റെ കൂടെ തന്നെയാണ്. അങ്ങനെ വേണം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടീം മാറാറില്ല. ഞാനിപ്പോ അരോമയാണ്. അപ്പൊ ഏതായാലും കുട്ടനാടിന്റെ പുതിയ ജലരാജാക്കന്മാരെ നിശ്ചയിച്ചിരിക്കുന്നു. പുന്നമടയുടെ ആരോമനോ? അരോമ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം എന്താ അറിയോ? പുന്നമട ഞങ്ങൾക്കുള്ളതാ. അവര് നേടി, അവർ പോവാ. പ്രൊഫഷണൽ ടീമാണ്. മാത്രമല്ല നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞില്ലേ, അവരുടെ ആ തുഴക്കാരെന്ന് പറയുന്ന കഴിഞ്ഞ തവണ ട്രോഫി കിട്ടിയ അതേ ടീമിനെ മൊത്തത്തിൽ ഇങ്ങ് കൊണ്ടുവരികയാണ്. അതായത് ഒരു കൂട്ടമായിട്ട് ആ ടീമിനെ തന്നെ കൊണ്ടുവന്നു. പുതിയ വള്ളം അതായത് കഴിഞ്ഞ വർഷം കിരീടം നേടിയ ടീം ഉണ്ടല്ലോ, ആ ടീമിനെ മുഴുവൻ തുഴക്കാരെ ഇവരങ്ങ് വാങ്ങിച്ചു. അതായത് നമ്മൾ പറയും താരലേലം എന്ന് പറയില്ലേ, തെറ്റൊന്നുമില്ല. ആ താരലേലം പുതിയ വള്ളം പഴയ തുഴക്കാർ. അതായത് അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ തവണ കിരീടം നേടിയ അതേ ആളുകൾ തന്നെ പുതിയ വള്ളത്തിലാണ്, പുതിയ ക്ലബ്ബാണ്. അതേ ആളുകൾ തന്നെ, അതേ തുഴച്ചിൽക്കാർ തന്നെ ഇത്തവണത്തെ 72ാം നെഹ്റു ട്രോഫിയും നേടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും ഇത്തവണത്തെ നെഹ്റു ട്രോഫി, 72ാം നെഹ്റു ട്രോഫി അരോമ ബോട്ട് ക്ലബിന്, കൊല്ലം ആസ്ഥാനമായ അരോമ ബോട്ട് ക്ലബിന്, കൊല്ലം ആസ്ഥാനമായ അരോമ ചുണ്ടന്, പുതുതായി ഇറങ്ങിയ അരോമ ചുണ്ടന് നീറ്റിലിറക്കിയ വർഷം തന്നെ നെഹ്റു ട്രോഫി നേടുകയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൗതുകത്തിലേക്ക് പോകുന്ന ചുണ്ടനാണ്.
അരോമ 4 ചുണ്ടന്. മിനിറ്റ് ചമ്പക്കുളം 23 സെക്കൻഡ് 0.77 മില്ലി സെക്കൻഡിലാണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. രണ്ടാം സ്ഥാനം നടുഭാഗം ചുണ്ടനാണ്. നടുഭാഗം ചുണ്ടൻ 4 മിനിറ്റ് 23 സെക്കൻഡ് 0.448 മില്ലി സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അവസാനമായി നമ്മൾ കാത്തിരുന്ന വിജയി 22ാം നെഹ്റു ട്രോഫി ബോട്ട് റൈസിന്റെ വിജയി അരോമ ചുണ്ടനാണ്. 4 മിനിറ്റ് 23 സെക്കൻഡ് 0.328 മില്ലി സെക്കൻഡിലാണ് അവർ ഇത്തവണ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ളത്. എല്ലാ അഭിനന്ദനങ്ങളും അരോമ ചുണ്ടന്. മറ്റ് ചുണ്ടൻ 4ാം സ്ഥാനം വരെയുള്ള ചുണ്ടൻ വള്ളങ്ങളെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു. Big TV, without fear or favor.